ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശ്ശൂരിൽ തുടക്കമാവുകയാണ്. ആദ്യ സംഘത്തെ മന്ത്രിമാർ ചേർന്ന് സ്വീകരിക്കുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ കല്യാട്, തൃശ്ശൂരിൽ വലിയ ഒരുക്കങ്ങളാണ്. എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? വലിയ ആവേശത്തിൽ തൃശ്ശൂരിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് നാളെ തുടക്കമാവുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ കുട്ടികളുടെ സംഘം, അതായത് കലാകാരന്മാരുടെ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി ഈ പറയുന്ന കുട്ടികളെ എല്ലാം തന്നെ വാഹനത്തിനകത്തേക്ക് കയറ്റി അതിന്റെ ഫ്ലാഗ് ഓഫ് ഉൾപ്പെടെ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, റവന്യൂ മന്ത്രി കെ രാജൻ തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരുണ്ട്. അതുപോലെ തന്നെ മുൻ മന്ത്രി വി എസ് ശിവകുമാർ, പി ബാലചന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അധ്യാപകരുടെ സംഘടന, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ, തൃശ്ശൂർ ജില്ലാ കളക്ടർ തുടങ്ങി ഒരുപാട് പേർ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ കുട്ടികളാണ് ഇപ്പോൾ സ്കൂൾ വാഹനത്തിനകത്തേക്ക് കയറുന്നത്. ഇവരെ അക്കോമഡേഷൻ കമ്മിറ്റി ഇവിടെ നിന്നും സ്വീകരിച്ച് ഇവർക്ക് താമസിക്കാൻ സജ്ജമാക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് ആക്കും. അങ്ങനെ ആദ്യത്തെ തിരുവനന്തപുരത്ത് നിന്നുള്ള 60-ലധികം കുട്ടികൾ. നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ്? ജയിച്ചിരിക്കും, കൊണ്ടുപോയിരിക്കും. എന്തായാലും തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടികളാണ് കലോത്സവത്തിന് ആദ്യം എത്തിയിരിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടിയെ കാണാം, തൃശ്ശൂരിന്റെ സ്വന്തം വി എസ് സുനിൽകുമാറിനെ കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കൊടി ഉയരുമ്പോൾ അവിടേക്ക് വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള ബസ്സാണ് അവിടെ വന്നു ചേർന്നിരിക്കുന്നത്. കുട്ടികളെ സ്വീകരിക്കുകയാണ് മന്ത്രി അടക്കം നേതാക്കൾ. അർജുൻ, അവിടെ കാണാനാകുന്ന കാഴ്ച പറയാം. കുട്ടികളുടെ പ്രതീക്ഷയും അവരുടെ ആത്മവിശ്വാസവും ഒക്കെ പ്രതികരണങ്ങളിൽ കാണുന്നു. സ്മൃതി, തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമൊക്കെയാണ് കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ കുട്ടികളും ഇതിപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള കുട്ടികളിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. ഐറ്റം സംസ്കൃത നാടകം ഏതാ? റിപ്പബ്ലിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സംസ്കൃത നാടകം തന്നെ എല്ലാവരും പത്തനംതിട്ടക്കാരാണ്. റിപ്പബ്ലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂൾ. എല്ലാവരും സംസ്കൃത നാടകത്തിനാണ് ആദ്യം എത്തിച്ചത്. ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ്. എന്താ പ്രതീക്ഷ? വലിയ ആവേശത്തോടു കൂടിയും ഒക്കെയാണ് കുട്ടികൾ തൃശ്ശൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലാണ് പുലിക്കളിയോടും അതുപോലെ തന്നെ മറ്റുള്ളവർ പുലിക്കളിയോടും ചെണ്ടമേളത്തോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. മന്ത്രി രാജൻ മിനിസ്റ്റർ അല്പസമയത്തിനകം ഈ കുട്ടികളെ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് ആദ്യ ബാച്ച് കുട്ടികളെ കയറ്റിയിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിന്റെ ഇവിടെ നിർവഹിക്കപ്പെടും. അതിനുശേഷമായിരിക്കും ഈ കുട്ടികളെ നിശ്ചയിച്ചിട്ടുള്ള താമസ സ്ഥലത്തേക്ക് മാറ്റുക. എന്തായാലും അക്കോമഡേഷൻ കമ്മിറ്റിയുടെ ചുമതല ഉൾപ്പെടെ വഹിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ വലിയ സജ്ജീകരണങ്ങളോടും സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് 64ാമത് സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂർ വേദിയാവുന്നത്. അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങൾ. ഇപ്പോൾ മന്ത്രി ഇവിടത്തെ പുതിയ ഡയറി, അതായത് പുതുവർഷത്തിൻ്റെ ഡയറി ഉൾപ്പെടെ നൽകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി മന്ത്രി ഇവിടെ സ്വീകരിക്കുകയാണ് കുട്ടികളെ. വലിയ ആവേശത്തിലും വലിയ പ്രതീക്ഷയിലൂടെ ഒക്കെയാണ് കുട്ടികൾ ഇവിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 64ാമത് സ്കൂൾ കലോത്സവം വലിയ രീതിയിൽ ശ്രദ്ധേയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും